2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനം. ഉന്നത കുലജാതി, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസം ഉണ്ടാവും. അത്തരം വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഏത് മന്ത്രിസ്ഥാനത്ത് കിട്ടിയാലും ആ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുക, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രി ശ്രമിക്കേണ്ടത്. ഇപ്പം 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ച എന്താണ്? ഈ ബഡ്ജറ്റിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും, കേരളത്തിന് കൂടുതൽ പദ്ധതികൾ ലഭിക്കും എന്നെല്ലാമല്ലേ. പക്ഷേ ഈ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി, കേരളത്തിന് ഒരു അവകാശം ചോദിക്കാൻ പോലും കഴിയില്ല എന്ന നിലയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ പ്രസ്താവനകളാണ് ഈ 2 കേന്ദ്രമന്ത്രിമാരുടെയും ഭാഗത്തുനിന്നുണ്ടായത്. നമസ്കാരം. ഉന്നത കുലജാതർ എന്ന വാക്ക് അഭിമാനത്തോടെ വിളിച്ചു പറയുന്നവർക്ക് പിന്നീട് ഒരിക്കലും ഉച്ചരിക്കാൻ അർഹതയില്ലാത്ത വാക്കാണ് ജനാധിപത്യം. കാരണം നൂറ്റാണ്ടുകളോളം ആദിവാസികളെയും അധ്വാനിക്കുന്ന മനുഷ്യരെയും ചൂഷണം ചെയ്തിട്ടാണ് ഉന്നത കുലജാതർ നിലനിന്നു പോന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് ജനാധിപത്യം മനസ്സിലാക്കാൻ കഴിയുക? ഗോത്രകാര്യ വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്താൽ ആദിവാസികൾക്ക് പുരോഗതി ഉണ്ടാകുമെന്ന് പറയുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അത് ജനാധിപത്യ മാറ്റമാണെന്ന് കൂടിയാണ് പറയുന്നത്. പ്രസ്താവന വിവാദമായപ്പോൾ BJPയുടെ രാഷ്ട്രപതിയെ പോലും അത് അപമാനിക്കുന്നുവെന്ന ആരോപണം ഉയർന്നപ്പോൾ കേന്ദ്രമന്ത്രി അത് പിൻവലിച്ചിരിക്കുന്നു. അപ്പോഴും തെറ്റ് തിരുത്തുകയല്ല, ആ വാക്കുകൾ വന്നത് ഹൃദയത്തിൽ നിന്നാണെന്ന് തുറന്നു പറയുകയാണ് സുരേഷ് ഗോപി. അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്, ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും വിരുദ്ധമാണ്, വംശീയ അധിക്ഷേപവുമാണ്, പച്ച മലയാളത്തിൽ മാടമ്പിത്തരവുമാണ്. തിരുത്തിയാൽ അത് തീരുമോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനൽ ചേരുന്നു കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, ആദിവാസി ഗോത്ര മഹാസഭ നേതാവ് CK ജാനുവും നമുക്കൊപ്പം ചേരും. രാഷ്ട്രീയ നിരീക്ഷകരായ രാഹുൽ ഈശ്വരും ഷാബു പ്രസാദും, ഒപ്പം സാമൂഹ്യ പ്രവർത്തക ധന്യാരാമൻ എന്നിവർ. ആദ്യം നിജേഷ് അരവിന്ദിലേക്ക്. നിജേഷ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിനായി മന്ത്രിയാക്കണം. ഇതുകൂടി സുരേഷ് ഗോപി ഈ വലിയ വിവാദ പരാമർശത്തിനൊപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ബാലൻസിംഗ് നടത്തിയാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർക്ക് വാദിക്കാം. അതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിവാദമാകുമോ? പറഞ്ഞത് താൻ തിരുത്തുന്നു, തനിക്ക് ഈ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അത് താൻ തിരുത്തുകയാണ് എന്ന് പറയുന്നിടത്ത് അവസാനിച്ചോ ഈ വിഷയം? സുരേഷ് ഗോപി പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വന്നത് എന്ന്. സുരേഷ് ഗോപിയെ പോലെയുള്ള BJP ഇടക്കാലത്ത് നേതാക്കളാക്കിയ, വാടകയ്ക്കെടുത്ത, മുൻനിർത്തിയ ആളുകളുടെ മനസ്സിനകത്ത് ഉള്ള സാധനമാണ് ഇത്. നമുക്കൊക്കെ അറിയാം, നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചത് എന്തിനാണ് എന്ന് അദ്ദേഹം 55 പേജുള്ള കുറേ അദ്ദേഹത്തിൻ്റെ കുറേ സാധനം എഴുതി തയ്യാറാക്കി. എന്നാൽ ആദ്യമായിട്ടെന്നാണ് ഗാന്ധിജിക്ക് നേരെ ഊരിപ്പിടിച്ച വാളുമായി ഗോഡ്സെ പോയത് എന്ന് പറഞ്ഞാൽ പുരി ക്ഷേത്രത്തിന് മുന്നിൽ ക്ഷേത്രപ്രവേശനം അവർണർക്ക് അനുവദിച്ച സമയത്ത് അതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ആ സമരം നയിച്ചത് ഗാന്ധിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഊരിപ്പിടിച്ച വാളുമായി ഗോഡ്സെ ഗാന്ധിയെ കുത്താൻ പോയത് എന്നാണ് ചരിത്രത്തിലുള്ളത്. ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാത്ത ആളുകളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ് നമ്മെ ഏറെ വേദനിപ്പിക്കുന്നത്. എത്ര മോശമായിട്ടാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എവിടെയാണ് അദ്ദേഹത്തിന് ഈ ജാതീയത ഉണ്ടാകുന്നത്? പണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ ഞാൻ തന്ത്രിയായി ജനിക്കേണ്ടിയിരുന്നു എന്നാണ്.
BJP ആണ് ഇതിന് മറുപടി പറയേണ്ടത്. തൃശ്ശൂരിലെ ജനതയെ ഇത്രയേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് ജയിപ്പിച്ച തൃശ്ശൂരിലെ ജനതയോട് കാണിച്ച ഏറ്റവും മോശകരമായ ഇടപാടാണ്. സുരേഷ് ഗോപിയെ എങ്ങനെ ചെത്തി മാറ്റി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് ഈ സവർണതയാണ്, സവർണ മേധാവിത്വമാണ്. ഏതായാലും സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് കൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി അന്ന് 46-ൽ ഭരണഘടനയുടെ ആദ്യ യോഗം ചേരുമ്പോൾ തന്നെ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ ഇതിന്റെ ഭരണഘടന ഉണ്ടാക്കാനുള്ള അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ഡോക്ടർ BR അംബേദ്കറിനെയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ രീതിയിലാണ് എങ്കിൽ അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്നാണ്. ഇന്ത്യ രാജ്യത്തിന്റെ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടന എഴുതാനുള്ള സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അന്ന് ഡോക്ടർ BR അംബേദ്കറിനെ പരിഗണിച്ചതിന്റെ പേരാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ നിന്ന് ഇന്ന് സുരേഷ് ഗോപിയിലേക്കുള്ള ദൂരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദൂരം വളരെ വലുതാണ്. സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ BJPയുടെ നേതൃസ്ഥാനത്തുള്ള ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്തിന് മാറ്റമുണ്ടാവില്ല, പുരോഗതി ഉണ്ടാവില്ല. മനസ്സിന്റെ അടിത്തട്ടിൽ ഇന്നും അങ്ങേയറ്റം ജാതീയത ഉള്ള ആളുകൾ അത് പുറത്തേക്ക് ബഹിർഗമിക്കുന്ന കാഴ്ചയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് പിൻവലിക്കാം എന്നാണ് പറഞ്ഞത്. BJP ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ എടുത്തോ? പട്ടികജാതി മോർച്ചയുണ്ടല്ലോ BJPക്ക് ഒരുപാട് ഈ മേഖലയിൽപ്പെട്ട പരസ്യമായിട്ടല്ലെങ്കിലും BJP ഇതിനകത്തൊരു സ്റ്റാൻഡ് എടുത്തു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അതായത് ഏതെങ്കിലും ഒരു BJP സംസ്ഥാന നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇത് അനുകൂലിച്ചുള്ള പ്രസ്താവന വരുന്നില്ല. മാത്രമല്ല ഒരിക്കലും ഈ പറയുന്നത് തിരുത്താത്ത ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് ഇത് തിരുത്തേണ്ടതായി വരുന്നു. അത് ഹൃദയത്തിൽ നിന്നാണോ അല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഇത് ഈ പ്രസ്താവന തിരുത്തേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് പാർട്ടി ഒരു കൃത്യമായ ഒരു നിർദ്ദേശം എവിടെയോ കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതിക്കൂടെ? അങ്ങനെ ഒരു പാർട്ടിയുടെ നിലപാട് മന്ത്രി പറയുന്നതല്ല എന്നുകൂടി അതിനകത്ത് വ്യക്തമാകുന്നുണ്ടോ? BJPയുടെ നേതൃത്വം, കേരളത്തിലെ നേതൃത്വം വളരെ വ്യക്തമായി, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഡൽഹിയിൽ വെച്ചാണല്ലോ അദ്ദേഹം പ്രഖ്യാപിച്ചത്. കേന്ദ്ര നേതൃത്വം പറയണം ഇന്ന് മന്ത്രിയായ സുരേഷ് ഗോപിയുടെ സ്റ്റാൻഡ് ഒന്നുകിൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്. അതല്ല രാഷ്ട്രീയ പാർട്ടി ഏൽപ്പിക്കുന്ന ആളാണല്ലോ മന്ത്രി. പാർട്ടി ഏൽപ്പിക്കുന്ന പണിയാണല്ലോ മന്ത്രി എടുക്കുന്നത്. മന്ത്രിയെ ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പറയാനാണോ, അല്ലെങ്കിൽ അയാൾ തെറ്റാണോ? എന്തുകൊണ്ട് പരസ്യമായി അദ്ദേഹത്തെ തിരുത്തിക്കൂടാ? ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആരെയും തിരുത്താനുള്ള ശേഷി നമ്മൾക്കുണ്ടല്ലോ. ആ തിരുത്താനുള്ള ശക്തി ഇതുവരെ BJP കാണിക്കാത്തത് കൊണ്ട് BJPയുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ് എന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. കേരളത്തിലെ ഒരു നേതാക്കന്മാർ പോലും പറഞ്ഞിട്ടില്ല, ഒരു BJPയുടെ ഒരു നേതൃത്വവും അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. അദ്ദേഹവും പറഞ്ഞതാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമില്ലെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ സാധനം വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിനെ മേക്ക് ചെയ്തത് ഈ സവർണ ആധിപത്യമാണ്, ഈ സവർണ ഫ്യൂഡലിസമാണ്. ആ സവർണ ഫ്യൂഡലിസത്തിന്റെ പുത്രന് അതിനപ്പുറത്ത് പറയാൻ സാധിക്കില്ല. BJP അതിന്റെ ഒപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏകദേശം വൈകുന്നേരമായിട്ടും ഒരാളും മിണ്ടാത്ത, അല്ലെങ്കിൽ എപ്പോഴും ആവേശത്തോടു കൂടി പ്രതികരിക്കുന്ന V മുരളീധരനുണ്ട് കേരളത്തിൽ, ശോഭാ സുരേന്ദ്രനുണ്ട് കേരളത്തിൽ, K സുരേന്ദ്രനുണ്ട്. എന്തേ ഒരാൾ മിണ്ടുന്നില്ല? എന്തുകൊണ്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല? പറഞ്ഞുകൂടായിരുന്നോ? ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞുകൂടായിരുന്നോ? കേന്ദ്ര നേതൃത്വത്തിന് പറഞ്ഞുകൂടായിരുന്നോ? കേരളത്തിലെ പ്രഭാരിക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പൊ സന്ദീപ് വാര്യരൊക്കെ വരുന്ന സമയത്ത് 100 നാവിൽ അദ്ദേഹത്തെ വിമർശിച്ച BJPയുടെ നേതാക്കന്മാർക്ക് പറഞ്ഞുകൂടായിരുന്നു ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞില്ലല്ലോ. സുരേഷ് ഗോപി ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആളാണ്, അയാൾക്ക് തെറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം അത് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈ മൗനം കുറ്റസമ്മതമാണ്, അല്ലെങ്കിൽ മൗനം ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നതിന് തുല്യമാണ്. ഏതായാലും ഈ 2025 ഏറ്റവും പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. രാജ്യം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, രാജ്യത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണാധികാരികൾ പിറകോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്തെ പിടിച്ച് പഴയ ചാതുർവർണ്ണത്തിലേക്ക് കൊണ്ടുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവാണ് ഇന്ന് പലപ്പോഴും ശ്രീ സുരേഷ് ഗോപി നടത്തുന്ന ഇത്തരം പരസ്യ പരാമർശങ്ങളൊക്കെ സംബന്ധിച്ച് BJP സംസ്ഥാന നേതൃത്വത്തോടും നേതാക്കന്മാരോടും ഒക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു BJP നേതാവല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയം കലർത്തിയല്ല കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുന്നവരാണ് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ പലരുമുള്ളത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ തുടക്കം മുതൽ ഈ മിനിറ്റ് വരെ സുരേഷ് ഗോപി നടത്തുന്ന പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് BJP സ്വീകരിക്കാറുണ്ട്. അത് BJP ഒരിക്കലും ആ പരാമർശങ്ങൾ ഓൺ ചെയ്യാറുമില്ല, തള്ളിക്കളയാറുമില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡ് BJP കരുതി പോകുന്നു ഈ വിഷയത്തിനകത്ത് എന്നുകൂടിയാണോ? താമര ചിഹ്നത്തിൽ മത്സരിച്ച്
കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലായി താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരാൾ ഞങ്ങളുടെ പാർട്ടിയല്ല എന്ന് BJPക്ക് പറഞ്ഞാൽ ആ BJPയുടെ അസ്തിത്വത്തിനെ പറ്റി നമ്മൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആൾ ഞങ്ങളുടെ പാർട്ടിയല്ല, അയാൾ പറയുന്ന വിവരക്കേടൊന്നും ഞങ്ങളുടേതല്ല, അയാൾക്ക് കിട്ടുന്ന വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ BJPയുടെ നേതാക്കന്മാർ, വലതുപക്ഷ നിരീക്ഷകരൊക്കെ ഇതിന്റെ പിറകിൽ വരുന്നുണ്ടല്ലോ, അവരാണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഇതൊരു ശരിയായ രാഷ്ട്രീയമല്ല. താമര ചിഹ്നത്തിൽ മത്സരിച്ച് 3 തവണ മത്സരിച്ച് BJPയുടെ എല്ലാ യോഗത്തിലും പങ്കെടുത്ത്, BJPയുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത്, BJPയുടെ ഒട്ടുമിക്ക സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്ത് കേരളത്തിനകത്ത് മന്ത്രിമാരായതിൽ 2 മന്ത്രിമാർ ആയ അതിൽപ്പെട്ട ഒരാൾ പറയുന്നതിന് BJPക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ, BJP ഓൺ ചെയ്യുന്നില്ല എങ്കിൽ അപ്പൊ എന്ത് പാർട്ടിയാണിത്? എന്ത് പാർട്ടിയാണ്? കൊലപാതകയ്ക്ക് കുറച്ച് ആളുകൾ, ഇതുപോലെ തെറി വിളിക്കാൻ കുറച്ച് ആളുകൾ, ഭരിക്കാൻ കുറച്ച് ആളുകൾ, അടികൊള്ളാൻ കുറച്ച് ആളുകൾ, ഇങ്ങനെയാണോ പാർട്ടി? ഒരു പാർട്ടിക്ക് ഒരു നിലപാട് വേണ്ടേ? പാർട്ടിക്ക് ഒരു നയം വേണ്ടേ? പാർട്ടിയുടെ നയം ഇതാണോ അല്ലയോ എന്ന് BJP പ്രതികരിക്കട്ടെ. ഇന്ന് വൈകുന്നേരമായല്ലോ, സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും ഒക്കെ ഇത് വൈകുന്നേരം വരെ തിളച്ചു പറയുന്നു. കേരളത്തിലെ പ്രതിഷേധങ്ങൾ പല ഭാഗത്തുണ്ടാകുന്നു. അമിത്ഷാ, നമ്മൾക്കറിയാമല്ലോ, അമിത്ഷാ പറഞ്ഞത് അംബേദ്കർ 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 എന്ന് വിളിക്കുന്നത് പകരം ദൈവത്തിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്ന് പറഞ്ഞ, സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ അമിത്ഷായുടെ പാർട്ടിയിൽ തന്നെയുള്ള ആള് തന്നെയാണല്ലോ സുരേഷ് ഗോപി. ഇതിനപ്പുറത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതിനപ്പുറത്തേക്കൊന്നും BJPയുടെ നേതാക്കന്മാർ പറയുമെന്ന് വിചാരിക്കും. ഇതിനകത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണല്ലോ. BJPയുടെ നേതാക്കളുള്ള സഭയ്ക്കകത്തും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ അദ്ദേഹം അത് പ്രൊഡക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിന് ചുറ്റിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളാണ് അദ്ദേഹം പ്രൊഡക്ട് ചെയ്ത് പുറത്തേക്ക് പറയുന്നത്. ഇപ്പോൾ ധന്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ശ്രീ ഷാബു പ്രസാദിലേക്ക് പറഞ്ഞു കുടുങ്ങിയോ കേന്ദ്രമന്ത്രി? അതുകൊണ്ടാണോ അദ്ദേഹം തിരുത്തിയത്? ഞാൻ അതിന്റെ അകത്ത് അദ്ദേഹം പ്രസ്താവന പിൻവലിച്ചു. അത് വളച്ചെടുക്കപ്പെടുന്നുവെന്നോ അത് വിവാദമാകുന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അത് പിൻവലിച്ചു എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഞാൻ അതിന്റെ അകത്ത് അസ്വാഭാവികതയൊന്നും കാണുന്നില്ല അപർണ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അദ്ദേഹം അതിന്റെ 2 അതായത് അസ്വാഭാവികത കാണുന്നില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ അത് അംഗീകരിക്കുന്നു എന്നാണോ? അല്ല, ഞാൻ അതിന്റെ അകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഞാൻ അതിന്റെ അകത്ത് തെറ്റുന്നത് കാര്യം ഇവിടെ എല്ലാ വിഭാഗങ്ങളെയും എല്ലാവരും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം എന്നത് തന്നെയാണ് അതിന്റെ ക്രക്സ്. അത്രമാത്രം ലളിതമാണ് കാര്യങ്ങൾ. ഇനിയും നമ്മുടെ രാജ്യത്തെ അഭിപ്രായ ഞാൻ അതിനെ അത്രമാത്രം ലളിതമായിട്ടേ കാണുന്നുള്ളൂ. ഇനി നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അവകാശം അനാവശ്യമായ, അതായത് നിങ്ങളെ പോലുള്ളവരൊക്കെ അനാവശ്യമായ വിവാദങ്ങൾ അതിനെ ഉണ്ടാക്കുന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് പിൻവലിക്കണമെന്ന് തോന്നി. എത്രയോ തവണ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഗണിക്കാത്ത ഒരാളാണ് ശ്രീ സുരേഷ് ഗോപി. അതൊന്നും പരിഗണിക്കാത്ത ഒരാളാണ് സുരേഷ് ഗോപി. അങ്ങനെ മാധ്യമങ്ങളോ സമൂഹ മാധ്യമങ്ങളിലോ ഏതെങ്കിലും തരത്തിൽ വിവാദം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പോലും ഈ മിനിറ്റ് വരെ തിരുത്തിയിട്ടില്ല. പിന്നെ ഇപ്പൊ മാത്രം എന്ത് സംഭവിച്ചു? അതെനിക്കറിയില്ല, അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുക. ഞാൻ എന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ എല്ലാ വിഭാഗങ്ങളിലും എല്ലാവരും ഉണ്ടാകണം എന്നുള്ള ലളിത യുക്തി മാത്രമേ അതിന്റെ അകത്തുള്ളൂ എന്നാണ് എന്റെ ബോധ്യം. പാർട്ടിക്ക് BJP എന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെ കരുതുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കില്ലേ വന്നിട്ടുണ്ടാവുക? നിങ്ങൾ അവരോട് ചോദിക്കൂ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ബോധ്യവും എന്റെ നിലപാടും പറയാനാണ് പറഞ്ഞ. ഞാൻ അതാണ് പറഞ്ഞത്. അല്ലാതെ BJP എന്ത് കരുതുന്നോ, BJPയുടെ നിലപാട് എന്താണെന്നോ, സുരേഷ് ഗോപി എന്താണെന്ന് പറയാനോ അല്ല ഞാൻ ഇരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ആ ഒരു പ്രസ്താവനയിൽ, സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ എന്തു മനസ്സിലാക്കുന്നു എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. താങ്കൾ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കുന്നത്? എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലായി? ഷാബു പ്രസാദ് റെപ്രസെന്റ് ചെയ്യുന്നത് ഷാബു പ്രസാദിന്റെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായം കേൾക്കാനല്ലല്ലോ ഞങ്ങൾ ഇവിടെ വന്നത്. മാധ്യമങ്ങൾ പറയട്ടെ. ഇവിടെ അദ്ദേഹം എന്റെ ഷാബു പ്രസാദ് ബാക്കി എല്ലാ ചർച്ചകളിലും നിങ്ങൾ പങ്കെടുക്കാറ് BJPയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ്. BJPയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, പറഞ്ഞാൽ മതി. ന്യൂസ് 18 ക്ഷണിച്ചിട്ടാണ്, അല്ലാതെ ഞാൻ എവിടെ ഇരിക്കണം എന്നുള്ളത് നിജേഷ് രവീന്ദ്രനോടോ കോൺഗ്രസിനോടോ ചോദിച്ചിട്ടല്ല. ഞാൻ ഇവിടെ ക്ഷണിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, ഞാൻ അത് പറഞ്ഞില്ല. ഷാബു പ്രസാദിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറയുന്നതിനോട് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം കേൾക്കാനുമല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്.
ഈ പ്രേക്ഷകർ വന്നിരിക്കുന്നു, അത്രേ പറഞ്ഞുള്ളൂ. ആര് പറഞ്ഞു കേൾക്കണം? ഷാബു പ്രസാദ് ബാക്കി എല്ലാ ചാനൽ ചർച്ചകളും വരുന്ന സമയത്ത് ബിജെപിക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കാറ്. ബാക്കി എല്ലാ ചർച്ചകളിലും റെപ്രസെന്റ് ചെയ്യാറ് ബിജെപിക്ക് വേണ്ടിയിട്ടാണല്ലോ. എന്താ ഇന്ന് മുതൽ നിങ്ങൾ പരിപൂർണ്ണ സ്വതന്ത്ര വ്യക്തിത്വമായത്? ബിജെപിക്ക് ഞാൻ ബിജെപിയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇന്ന് വരെ നിങ്ങൾ ഏത് കാലത്തും വരാറ് ബിജെപിയെ അല്ലെങ്കിൽ വലത് നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ വലത് ഞാനൊരു സ്വതന്ത്ര ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നെ മാത്രം റെപ്രസെന്റ് ശ്രീ ഷാബു പ്രസാദ് ബിജെപി എന്ന് പറയുന്ന ഒരു പാർട്ടി അത് ദേശീയ തലത്തിൽ പോലും അല്ല, അതൊരു താങ്കൾക്ക് ആരെ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയും താങ്കൾക്ക് ഉത്തരം പറയാം. ബിജെപി എന്ന് പറയുന്ന ഒരു പാർട്ടി സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ ഈ പ്രസ്താവന അംഗീകരിച്ചാൽ അത് പാർട്ടിക്ക് ഡാമേജ് വരും എന്ന് കൃത്യമായി കണ്ടെത്തിയത് കൊണ്ടാകണമല്ലോ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തിന് ഒരു അനുകൂല നിലപാടും ഉണ്ടാകാതിരുന്നത്. അങ്ങനെ പോലും താങ്കൾക്ക് തോന്നുന്നില്ലേ? ബി ജെ പി കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം നടത്തി അതിന്റെ കാര്യങ്ങൾ വിലയിരുത്തിയത് കൊണ്ടായിരിക്കാം ബിജെപി ഇതിന്റെ അകത്ത് പ്രതികരിക്കാത്തത്. എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്കതിനറിയില്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ബോധ്യം പറയാൻ ഞാൻ പറഞ്ഞല്ലോ, വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഇതിന്റെ അകത്ത് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ലളിത യുക്തി മാത്രമാണ്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ അപർണ ഒരു 2-3 ദിവസമല്ലേ ആയുള്ളൂ ഇവിടെ സോണിയാഗാന്ധിയും മോനും കൂടെ ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ അപമാനിച്ചിട്ട് പൂവർ ലേഡി സി വാസ് ഷോർട്ട് എന്താ ടയേർഡ് അപ്പിടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നമ്മുടെ രാഷ്ട്രപതിയെ അപമാനിച്ചപ്പോൾ, പച്ചയ്ക്ക് അപമാനിച്ചപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു? ആ പരാമർശം ഗോത്രവർഗം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നോ? ഞാൻ കേട്ടില്ല. ഞാൻ പറയുന്നു അവർ ഗോത്രവർഗ സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് ഇവരുടെ മനസ്സിലെ നീചമായ ആ ദളിത വിരോധം തന്നെയാണ് സോണിയാഗാന്ധിയുടെ വാക്കുകളിൽ കൂടെ പുറത്തു വന്നത്. അത് തന്നെയാണ് ചെയ്തത്. സുരേഷ് ഗോപിയുടെ വൃത്തികെട്ട അത് തന്നെയാണ് പുറത്തു വന്നത്. മുന്നേ ഞാൻ ശ്രീ ഷാബു പ്രസാദ്, എന്താണ് ആ ലളിതയുക്തി? എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ആ കാര്യം എങ്ങനെയാണ് താങ്കൾക്ക് അത് അംഗീകരിക്കാവുന്നതാണെന്ന് താങ്കൾക്ക് തോന്നുന്നത്? എന്താണ് ആ യുക്തി? ഭരണഘടന ഒരു കാര്യമുണ്ട്, ഞാനതാണല്ലോ പച്ച മലയാളത്തിലല്ലേ അപർണ പറഞ്ഞത്. ഇനി അത് ഞാൻ വീണ്ടും ആവർത്തിക്കണോ? എല്ലാ മേഖലകളിലും എല്ലാവരും ഉണ്ടാകണം, എല്ലാവരുടെയും അവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം, അതിനനുസരിച്ച് പോകണം എന്ന് തന്നെയാണ് ആ ലളിതയുക്തി. ഞാൻ അതേ മനസ്സിലാക്കുന്നുള്ളൂ. ഇത്രകാലം ഗോത്രവർഗ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ളവരാണോ? അല്ല, ഇതിപ്പോ നമ്മൾ ഈ ഒരു പ്രശ്നം ഇത്ര കാലത്തെ നമ്മൾ ചരിത്രവും വർത്തമാനമൊന്നും ഭൂമിശാസ്ത്രമൊന്നും നോക്കണ്ട. ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ ആ ലളിതയുക്തി മാത്രമേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിന്റെ ആരൊക്കെ ഏതൊക്കെ കാലത്തെ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു എന്നും എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും നോക്കിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞതിന്റെ അർത്ഥം അത്ര മാത്രമേ ഉള്ളൂ. ഉന്നത കുലജാതർ നയിച്ചാൽ പിന്നോക്ക വിഭാഗക്കാർ രക്ഷപ്പെടുമെന്ന് പറയുന്നത് ഈ പ്രസന്റ് അല്ല, അത് അടുത്ത വാചകം കൂടി പറയൂ. അടുത്ത വാചകം കൂടി നിങ്ങൾ പറയൂ. അടുത്ത വാചകം കൂടി പറയൂ. അത് വെറും ബാലൻസിംഗ് ആണ്. അത് വെറും ബാലൻസിംഗ് ആണ്. എന്നാൽ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞാൽ അത് അദ്ദേഹം പറയില്ല. ബാലൻസിംഗ് അല്ല, രണ്ടെണ്ണം ആദ്യം പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നല്ലേ ആദ്യം പറയാൻ പറ്റൂ. രണ്ടെണ്ണം ആദ്യം പറയാൻ പറ്റില്ല. ഇത് രണ്ടും ഒരേ നാക്കുകൊണ്ട് ഒരേ വാചകത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരെണ്ണം മാത്രം അടർത്തിയെടുത്ത് ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നതിന്റെ ഉദ്ദേശം ദുഷ്ടത്തരമാണ്. ഞാൻ തിരികെ എത്താം. ധന്യരാമൻ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിനായി മന്ത്രിയാക്കണം, അതും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ചുമതലയേൽക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നല്ലേ പറയുന്നത്? അതിനെ വളച്ചൊടിക്കുന്നത് ദുഷ്ടത്തരമാണ് എന്ന് ശ്രീ ഷാബു പ്രസാദ് പറയുന്നത് അംഗീകരിക്കണ്ടേ? അത് പച്ചത്തെറിക്കും മേലെയുള്ള ഒരു സെന്റൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഇവിടെ ആദിവാസി എന്നുള്ള വേർഡ് ഇപ്പുറത്തുള്ളത് കൊണ്ടാണ് അപ്പുറത്ത് അദ്ദേഹം ഉന്നത കുലജാതൻ എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. ഈ ഉന്നത കുലജാതൻ എന്ന് പറയുന്ന ഇത് തന്നെ ഒരു വലിയ ജനാധിപത്യ വിരുദ്ധതയും വലിയൊരു എന്താ പറയേണ്ട ബഹുസ്വര വിരുദ്ധതയാണ് ആ വാക്കിലുള്ളത്. ഞാൻ ഒറ്റ കാര്യം സുരേഷ് ഗോപി സാറിനോട് ചോദിക്കുവാണ്.
2023 അദ്ദേഹം ഇപ്പോൾ പെട്രോളിയം സഹമന്ത്രിയാണല്ലോ. 2023 ലാസ്റ്റ് പെട്രോൾ പമ്പ് നോട്ടിഫിക്കേഷൻ വന്ന അതിന് മുൻപേ വരെ ഇവിടെ 300ഓളം പമ്പുകൾ SC/ST വിഭാഗത്തിന് അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പലതവണ ഈ സുരേഷ് ഗോപി സാറിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞു SC/ST വിഭാഗത്തിൻ്റെ പമ്പുകളൊക്കെ മറ്റുള്ളവരാണ് നടത്തുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പമ്പുകൾ പോയിട്ടുള്ളത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കയ്യിൽ നിന്നാണ്. ഇതിലെ ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് പങ്കുണ്ട്. അവർ കൃത്യമായിട്ടൊരു ലോബി ഉപയോഗിച്ച് ഞങ്ങളുടെ പെട്രോൾ പമ്പുകൾ തിരിച്ചു പിടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നോക്കിയാൽ ഏകദേശം 75 പെട്രോൾ പമ്പുകൾ ആദിവാസികളുടെ പേരിൽ ലൈസൻസ് ഉടമകളായിട്ടുണ്ട്. പക്ഷേ ഇത്രയും നമ്മൾ ഓരോ ഇടങ്ങളിലും ഓരോ പമ്പിലും വന്നു കഴിഞ്ഞാൽ അവിടെയൊന്നും ഒരിക്കലും ഒരു ആദിവാസി വിഭാഗത്തിലുള്ള ആ ലൈസൻസ് ഉടമയും കാണത്തില്ല. ആ ലൈസൻസ് ഉടമയെ തേടി പോകുമ്പോൾ അയാൾ ഇപ്പോഴും ഒരു ടാർപോളിന് കീഴിലായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ സ്വന്തം വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യം അദ്ദേഹമാണ്. ആദിവാസി വകുപ്പ്, ഈ ആദിവാസികളും അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിൽപ്പെടുന്നവരാണ്. അപ്പോൾ എന്തുകൊണ്ട് ഉന്നത കുലജാതനായ സുരേഷ് ഗോപിക്ക് അദ്ദേഹം ഇത്രയും സമയം ഈ വിഷയങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം മന്ത്രി ആയതിനു ശേഷം പോലും തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിക്കകത്തുനിന്ന് ഒരു പമ്പ് തിരിച്ചു പിടിച്ച് അത് നായർ വിഭാഗത്തിന് കൊടുത്തു. അപ്പം ഇത്രയും ഞങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് പമ്പ് തുടങ്ങുകയും പിന്നീട് അത് ജനറൽ വിഭാഗക്കാർക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യുന്ന ജോലി ഇദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചെയ്തിട്ടും ഈ മന്ത്രി അറിയുന്നില്ല. പിന്നെ എന്താണ് നിങ്ങളൊക്കെ ഈ ഉന്നത കുല ഉള്ളവരൊക്കെ എന്താണ് ഈ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതിന് ഈ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ BJP അനുകൂല ആൾക്കാർ എപ്പോഴും ഈ ആദിവാസി ദളിത് എപ്പോഴും ഇങ്ങനെയാണ്, അവർ താഴ്ന്നവരാണെന്ന് കാണിക്കാൻ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് അവരെ സമൂഹത്തിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നവരുടെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. 2012 ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ വലിയൊരു സർവേ നടത്തിയിരുന്നു. 1948 ശേഷമുള്ള മുൻപുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രധാനി ആരെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ആദ്യം 100 പേര് വന്നു, 50 പേര് വന്നു, 25 അത് 10 5 അവസാനം ഒന്നാമത്തെ പേരിൽ നിന്നത് ഡോക്ടർ BR അംബേദ്കറുടേതാണ്. അപ്പോൾ 1948 മുമ്പേ ആയാലും 1948 ശേഷമായാലും ഡോക്ടർ BR അംബേദ്കറെ പോലെ ഒരു മകനെ പ്രസവിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്ന് BJP കരുതിക്കൊള്ളുക, അല്ലെങ്കിൽ ഈ ഭരണവർഗം കരുതിക്കൊള്ളുക. നിങ്ങൾക്ക് ആർക്കും ഡോക്ടർ BR അംബേദ്കറെ പോലെ ഒരാളെ പിന്നീട് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതെന്ത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ വാക്കുകൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നിങ്ങൾ എത്ര ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും, ഞങ്ങൾ എത്ര താഴോട്ടെന്ന് പറഞ്ഞാലും അതിന് മേലെയായിട്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഇവിടെ ചരിത്രം സൃഷ്ടിച്ചു പോയിരിക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നിജേഷ് അരവിന്ദ്, VT ബൽറാം ഫേസ്ബുക്കിനകത്ത് ഉന്നയിച്ച കാര്യം കൂടിയാണ് ഇപ്പോൾ ധന്യ ഇപ്പോൾ ആവർത്തിച്ചു പറഞ്ഞത്, ഈ പെട്രോൾ പമ്പുകളുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപി ഇത് സംസാരിച്ചത് കേരളത്തിലല്ല, അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിന് ചില അജണ്ടകളുണ്ട്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള ഒരു സംഭാഷണമാണോ അദ്ദേഹം നടത്തിയത്? അത് കേരളത്തെ ലാക്കാക്കിയിട്ടുള്ളതാകണമെന്നില്ല, അതിനൊരു ദേശീയ തലത്തിൽ മറ്റേതെങ്കിലും ഒരു ആസ്പെക്ട് കൂടി ഉദ്ദേശിക്കുന്നുണ്ടാകുമോ? അങ്ങനെ അദ്ദേഹം പറയുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം ആ പറച്ചിൽ തിരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ചിത്രം കൂടി ഇതിനകത്തുണ്ടോ? കേരളത്തിലെ BJP-ക്കാരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, കേരളത്തിലെ ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം പറയുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും കേരളത്തിലെ BJP-ക്കാർക്കുണ്ട്. അവരാണ് വളർത്തി വലുതാക്കിയിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് ഇങ്ങനെ പറഞ്ഞാൽ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തിലെ വോട്ടർമാരൊക്കെ അങ്ങേയറ്റം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ എത്ര ഫൂളിഷാണ് ഈ വാക്കുകൾ. ഈ ഷാബു പ്രസാദിനെ പോലെയുള്ള ആളുകൾ അവിടെ കിടന്ന് അതിൻ്റെ ലളിത യുക്തി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ പ്രയാസം തോന്നുക. ഈ 2025 വന്നിട്ട് ഉന്നത കുലജാതർ, എന്താ ഈ ഉന്നത കുലജാതർ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഈ രാജ്യത്ത്? ഉന്നത കുലജാതർ, അതൊരു കേന്ദ്രം ഭരിക്കുന്ന ഒരു മന്ത്രി, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി, അത് എന്ത് സംസാരമാണ്? എന്ത് സംസാരം? ഷാബു പ്രസാദിനോട് നമുക്ക് പറയണം, ഇത് കിണ്ടിയും ചൂട്ടുകറ്റയാണ് ഉന്നത കുലജാതകർ. എന്ത് വാക്കാണിത്? അതെ, നമ്മൾ വായിച്ച ഇന്ത്യയുടെ ഒരു ചരിത്രമുണ്ട്. വായിച്ച ഇന്ത്യയുടെ ഒരു ചരിത്രമുണ്ട്. എല്ലാ കാലത്തും
പുഴുക്കളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യരുടെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ചമ്പാരൻ സമരം മുതൽ ഇങ്ങോട്ട് അതിന്റെയും പിറകോട്ട് രാജാക്കന്മാർ ഭരിക്കുന്ന കാലഘട്ടം മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അയിത്തം കേട്ടു. അതൊക്കെ കേട്ട് വളർന്ന് നമുക്കൊരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്തു വെച്ച സമയത്ത് ഇന്ത്യ രാജ്യത്ത് അന്ന് അധികാരത്തിലേക്ക് എത്തിയ ആളുകൾ തീരുമാനിച്ച രാജ്യത്തിന്റെ ഭരണഘടന വേണം. ആ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ഡോക്ടർ BR അംബേദ്കറിനെ അതിന്റെ അധ്യക്ഷനാക്കുന്നു. എന്തുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കറിനെ അധ്യക്ഷനാക്കിയ? നേരത്തെ ധന്യാരാമൻ പറഞ്ഞതുപോലെ അതിന് ഏറ്റവും ആപ്റ്റായ, ഒരുപക്ഷെ ഇതെല്ലാം ഈ ഫീലിംഗ്സ് ഒക്കെ ഉണ്ടായ, നമ്മൾ തന്നെ അറിയാം ഡോക്ടർ BR അംബേദ്കറിനെ അന്ന് പഠിപ്പിച്ചത് അന്നത്തെ രാജാവാണ് ആ സർവീസിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ BR അംബേദ്കർ പഠിച്ച് വളർന്ന് വലുതായി ഭരണഘടന എഴുതിയ സമയത്ത് ഈ രാജ്യമാണ് മേലോട്ട് പോയത്. അതിനുശേഷമാണ് ഡോക്ടർ KR നാരായണൻ ആണെങ്കിലും ദ്രൗപദി മുർമു ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകൾ ഈ രാജ്യത്തിന്റെ നേതൃപദവിയിലേക്ക് ഉയർന്നപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. ഈ രാജ്യത്ത് മിക്സഡ് വിവാഹങ്ങൾ നടക്കുന്നു. ഇന്ന് ജാതി ഒരു വിഷയമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെ ഒരു വിഭാഗം ചിന്തിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ സന്തോഷപൂർവ്വം പറയാവുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ തരത്തിലുള്ള ചിന്താഗതികളൊക്കെ മാറ്റിമറിക്കുന്ന ഒരു ഘട്ടത്തിലാണ് BJPയുടെ ഇന്നത്തെ മന്ത്രി വന്നിട്ട് ഈ തരം ഒരു വാക്ക് ഉന്നത കുലജാതർ. കേരളത്തിൽ എന്ത് ഉന്നത കുലജാതരാണുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സമൂഹത്തിനകത്ത് എങ്ങനെയാണ് ഉന്നത കുലജാതർ ഉണ്ടാവുക? അവർ വന്നാൽ മാത്രമേ ഇവരൊക്കെ രാജഭരണത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് അറിയിക്കുന്നു. അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധം, ഏറ്റവും വിളിച്ച് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യം ഇവരുടെ കയ്യിലേക്കൊക്കെ ഇനിയും ഭരണഘടന കിട്ടിക്കഴിഞ്ഞാൽ അവർ എഴുതി ചേർക്കും ഈ തരം സാധനങ്ങളൊക്കെ. ഒന്നുകിൽ BJP ഇവരെ തള്ളി പറയണം. പിന്നെ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നവരെ ദയവ് ചെയ്ത് ഞാൻ അപർണയോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ വ്യക്തിപരമായ എന്റെ അഭിപ്രായങ്ങൾ ഇത് തന്നെയാണെങ്കിൽ പോലും അതിന് വലിയ പങ്കൊന്നുമില്ല. ഞാൻ ഈ രാജ്യത്തെ മഹാനൊന്നുമല്ല. ഷാബു പ്രസാദ് എന്ന് പറയുന്ന ആള് ഈ രാജ്യത്തിന് മഹാനായ മനുഷ്യനാണ് എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെയൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണ് നാട്ടിലുള്ളതെന്നും എനിക്കറിയില്ല. ഞാൻ ഏത് ചാനൽ ചർച്ചയിൽ കണ്ടാലും അദ്ദേഹം റെപ്രസെന്റ് ചെയ്യാറ് BJPയെയും വലതുപക്ഷ സംഘടനയുമാണ്. വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇദ്ദേഹത്തിന് പറയാൻ മാത്രമുള്ള ഒരു വലിയ മഹത്വമായി സമൂഹത്തിൽ അങ്ങനെ ഒരു വലിയ ആളായിട്ടൊന്നും ഞങ്ങൾ അദ്ദേഹത്തെ, ഒരു എഴുത്തുകാരനോ അങ്ങനെ ഒന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത ഒരു റിക്വസ്റ്റ് ആണ്, റെപ്രസെന്റ് ചെയ്യാത്ത ഒരാളെ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരാളെ ഒന്നും വിളിച്ചിട്ട് ഈ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കരുത് എന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട്. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം പറയട്ടെ, BJPക്ക് വേണ്ടി ആൾ പറയട്ടെ. ഇവിടെ BJPക്ക് വേണ്ടി പറയാൻ ഈ ചർച്ചയ്ക്ക് വരാൻ ഒരാളും തയ്യാറില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഈ സമൂഹത്തിന് നോക്കിക്കാണാൻ പറ്റാത്തത് കൊണ്ടാ. സുരേഷ് ഗോപിക്ക് എന്തും പറയാം, അദ്ദേഹം തന്നെ 4-5 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഏത് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണം, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കണം. അതിനപ്പുറത്തേക്ക് എന്ത് അജണ്ടയാണ് അദ്ദേഹത്തിനുള്ളത്? ധൈര്യമുണ്ടെങ്കിൽ BJP അദ്ദേഹത്തെ മാറ്റി നിർത്തട്ടെ, ഇത് തള്ളി പറയട്ടെ. അപ്പൊ നമുക്ക് കാണാം ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടോ എന്ന്. അല്ലാതെ ഇതിനെ അനുകൂലിക്കുന്ന, നേരത്തെ അപർണ പറഞ്ഞതുപോലെ ഡൽഹിയിലെ 4 വോട്ട് അദ്ദേഹം പറഞ്ഞല്ലോ നമ്പൂതിരിയോ നായിഡുവോ ആവണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും. അഥവാ അദ്ദേഹത്തിനെ പോലത്തെ ഒരാളെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഷാബു പ്രസാദിന് പറഞ്ഞതുപോലെ എളുപ്പമാണ്. BJP അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതാവുകയും ചെയ്തു. ഇദ്ദേഹത്തിന് എന്തില്ല, ഒരു ഓതന്റിസിറ്റിയും ഇല്ല. ഇദ്ദേഹം പറഞ്ഞതൊക്കെ ആളുകൾ തള്ളും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോ ഒരു വാക്ക് മാത്രമാണ് അദ്ദേഹം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഓക്കെ, ശ്രീ ഷാബു പ്രസാദ്, അതാണ് ഒരാള് ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ, താമര ചിഹ്നത്തിൽ 3 തവണ മത്സരിച്ച ഒരാളാണ്. സുരേഷ് ഗോപി പറയുന്നത് ഒരു സിനിമാ താരം എന്ന രീതിയിലല്ല. ഇത്തരം വിഷയങ്ങൾ അദ്ദേഹം പറയുന്നത് മന്ത്രിയായി തന്നെയാണ്, ഒരു BJP കാരനായി തന്നെയാണ്. BJPക്ക് അതിനകത്ത് കൃത്യമായിട്ട് സ്റ്റേക്ക് ഉണ്ട്. ഇത് പുറത്തൊരു കാര്യം നടക്കുക, അദ്ദേഹം എന്തെങ്കിലും പറയുക, അതിന് ഗുണമുണ്ടെങ്കിൽ അത് പാർട്ടി എവിടെ എടുക്കുക. കേരളത്തിൽ ഇത് പ്രതിരോധിക്കാൻ കഴിയില്ല. സുരേഷ് ഗോപി പറയുന്നതിനെ പ്രതിരോധിക്കേണ്ടതോ അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടോ ചെയ്യേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല എന്നൊരു നിലപാട് തുടക്കം മുതലേ BJP നേതാക്കന്മാർക്കുണ്ട്. അവരോട് ഏതെങ്കിലും അഭിമുഖത്തിൽ ചോദിച്ചാലും അവർ അതേ നിലപാടാണ് പറയുക. വളരെ സേഫ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ചു പേർക്ക് എന്തൊക്കെയോ അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുക്കാം. ഇത് പാർട്ടിയുടെ തലയിൽ വരില്ല. പാർട്ടിക്ക് ഒരു പുരോഗമന ചിന്താഗതിയാണെന്നും ഞങ്ങൾ ഇതാ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ടും പിന്നോക്കക്കാർക്ക് വേണ്ടിയിട്ടും ഒക്കെ സംസാരിക്കുകയാണെന്ന് പറയാം. അതല്ല, ഞങ്ങളുടെ നേതൃത്വത്തിലകം ഉൾപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരല്ലേ എന്ന് ചോദിക്കാം. ഒരു വശത്ത് ഈ പരിപാടി കാണിക്കാം. ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞൊരു വൃത്തികേട് ഇതിനകത്തുണ്ട്. അതെങ്കിലും താങ്കൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലേ? അപർണ, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം അപർണയോട് ചോദിച്ചോട്ടെ. എന്നെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപർണയുടെ പുറകെ വന്നിട്ടുണ്ടോ? ന്യൂസ് 8ന്റെ പുറകെ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ വിളിച്ചിട്ടാണ് താങ്കൾ വന്നത്, അത് വ്യക്തമാക്കിയാണ്. നിങ്ങൾ ക്ഷണിച്ചിട്ടാണല്ലോ ഞാൻ വന്നത്. എന്നിട്ട് ഇവിടെ ഇരുന്നൊരു പിന്നെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയും റെപ്രസെന്റ് രാഷ്ട്രീയ പാർട്ടികളെ റെപ്രസെന്റ് ചെയ്യുന്നവർക്കും മാത്രമേ ചാനലിൽ വരാൻ പാടുള്ളൂ, രാഷ്ട്രീയത്തിനെ പറ്റി അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്ന് പറയാൻ ഈ മനുഷ്യൻ എന്താണ് അവകാശം? എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇത്രയും നേരം ഇവിടെ കിടന്ന് ഈ പുലമ്പലുകൾ കേട്ടിട്ട്
നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയ ഒരു ഗസ്റ്റിനെ ഇങ്ങനെ അപമാനിച്ചിട്ട് അപർണ എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടിയില്ല? അല്ല, താങ്കൾക്ക് ബി ജെ പി നിലപാടാണല്ലോ, താങ്കൾക്ക് ബി ജെ പി നിലപാടാണല്ലോ, എന്നിട്ട് താങ്കൾ അതിനൊപ്പം പറയുന്നില്ലല്ലോ എന്നാണ് ശ്രീ നിജേഷ് അരവിന്ദ് ചോദിക്കുന്നത്. അല്ലല്ല, അയാൾ പറഞ്ഞെന്താണ്, ഞാനൊരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ ഇവിടെ വിളിച്ചു വരുത്തരുത്, ഇങ്ങനെയുള്ളവരെ ഇവിടെ വിളിച്ചു വരുത്തരുത്, ഇങ്ങനെയുള്ളവരുടെ അഭിപ്രായം കേൾക്കാനല്ല ഞാൻ ഇരിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ വിളിച്ചു വരുത്തിയ, നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയ നിങ്ങളുടെ ഗസ്റ്റായ എന്നെ അപമാനിക്കലാണ്. എന്നിട്ട് അപർണ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അത് എന്നെ വ്യക്തിപരമായി അപമാനിക്കുകയാണ്. ഒരിക്കലുമല്ല ശ്രീ ഷാബു പ്രസാദ്. നിജേഷ് അരവിന്ദ് അതൊരു രാഷ്ട്രീയ രീതിയിൽ താങ്കളുടെ മുൻ ചർച്ചകളിൽ എടുത്ത നിലപാട് ഇതാണ്, അതുകൊണ്ട് താങ്കൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്ന് നിജേഷ് അരവിന്ദ് പറയുന്നു. അത് ഞാൻ അംഗീകരിച്ചു. അത് പൂർണ്ണമായി അംഗീകരിച്ചത് കൊണ്ടാണെങ്കിൽ ഞാൻ ആ ചോദ്യമാണല്ലോ താങ്കളോട് ചോദിക്കുക. ഞാൻ താങ്കളോട് ചോദിക്കുക. ഈ നിമിഷം വരെ ഒരു ചർച്ച സംഘപരിവാറിനെ എന്റെ വാക്കുകൾ ഷാബു പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ പറയാം. അപർണ, എന്റെ വാക്കുകൾ ഷാബു പ്രസാദിനെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഖേദമാണ് രേഖപ്പെടുത്തിയത്. താങ്കൾ കേട്ടോ? അദ്ദേഹം ഖേദമാണ് രേഖപ്പെടുത്തിയത്. താങ്കളെ വ്യക്തിപരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് താങ്കൾ കേട്ടോ? അതൊരു വ്യക്തിപരമായിട്ടുള്ള നിലപാടല്ല ശ്രീ നിജേഷ് അരവിന്ദ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, താങ്കളോട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹം. ഇനി ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതായത് രാഷ്ട്രീയ പാർട്ടികളെ റെപ്രസെന്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ രാഷ്ട്രീയം പറയാനും രാഷ്ട്രീയ അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാസിസം. ഞാൻ ഈ നാട്ടിലെ ഒരു പൗരനാണ്, ടാക്സ് കൊടുക്കുന്ന പൗരനാണ്, ഞാനിവിടെ ഈ നാട്ടിലെ ഒരു വോട്ടറാണ്, ഞാൻ ഈ നാട്ടിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ നടക്കുന്ന എന്ത് കാര്യത്തിലും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ഈ ചാനലിൽ വന്നിരുന്ന് ചോദ്യം ചെയ്തിട്ട് ഇനി ഞാനൊന്ന് പറയാനുള്ളത് പറഞ്ഞിട്ട് എന്നാ ഞാനൊന്ന് ഖേദിച്ചേക്കാം എന്നീ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ഏർപ്പാടാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. ഇത് ഒന്നും രണ്ടും പ്രാവശ്യമൊന്നുമല്ല. ഞാൻ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. അല്ല, വ്യക്തിപരമായിട്ടല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോഴും ശ്രീ ഷാബു പ്രസാദ് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഖേദിച്ചാൽ മതിയോ എന്ന് താങ്കൾ ചോദിക്കുമ്പോൾ എനിക്കത് വിഷയമായിട്ട് കൂട്ടിച്ചേർത്താണ് ചോദിക്കാൻ തോന്നുന്നത്. അപ്പോഴും ഖേദിക്കാതെയാണ് ശ്രീ സുരേഷ് ഗോപി ഈ വിഷയത്തിനകത്ത് പ്രസ്താവന തിരുത്തിയിരിക്കുന്നത്. തിരുത്തിയല്ലോ എന്ന് താങ്കൾ ചോദിച്ചല്ലോ. ഞാൻ എന്റെ അഭിപ്രായം സുരേഷ് ഗോപി അത് തിരുത്തേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിനോട് ആരെങ്കിലും പറയുകയോ നിർദ്ദേശമോ ഉണ്ടായിട്ടാകുകയില്ലേ അദ്ദേഹം തിരുത്തിയത്? ഇതുവരെ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞത് തിരുത്തിയിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞതൊന്നും അദ്ദേഹം തിരുത്തിയിട്ടില്ല. ഒന്നും തിരുത്തിയിട്ടില്ല. ഇത് മാത്രം എന്തുകൊണ്ട് തിരുത്തി? സംസ്ഥാന BJP നേതാക്കന്മാർക്ക് പോലും ബാധ്യതയാകുന്ന ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ശ്രീ ജോർജ് കുര്യൻ സംസാരിച്ചു. ജോർജ് കുര്യനെ തിരുത്തേണ്ടതായി വന്നോ? ശ്രീ ജോർജ് കുര്യൻ തിരുത്തിയോ ഈ നിമിഷം വരെ? അതൊരു പരാമർശമാണ്, വിവാദമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞത്, ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ ആകാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം തിരുത്തിയിട്ടുണ്ടാവുക. സംസ്ഥാന BJP നേതാക്കൾ താങ്കൾ പറയുന്നത് ആകുകയില്ല ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഇങ്ങനെ കടന്ന് പ്രസംഗിച്ചാൽ പിന്നെ ഞാൻ എന്തിനാ ഇരിക്കുന്നത്? ചോദ്യം ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞതെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, അത് താൻ നടത്തിയ പ്രസ്താവന അതിന് പല മാനങ്ങളിൽ പല രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടും വളരെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു എന്ന തോന്നലുണ്ടായത് കൊണ്ടായിരിക്കാം. എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. ഇനി അത് അങ്ങനെയല്ല വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ അത് വ്യക്തമാവട്ടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്റെ നിലപാട് അക്കാര്യത്തിൽ എന്താണെന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി ഇപ്പൊ ഇവിടെ ഈ നിജേഷ് അരവിന്ദും ധന്യാരാമനും ഒക്കെ അംബേദ്കർ എന്ന് ഒരുപാട് പറഞ്ഞല്ലോ. അംബേദ്കറിനെ പറ്റി പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് ധന്യ പ്ലീസ് ഞാൻ സംസാരിക്കുകയാണ്. ഈ BR അംബേദ്കർ, അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയ മനുഷ്യനെ പാർലമെന്റ് കാണിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇവിടെ ഈ ഇന്ത്യൻ പാർലമെന്റ് കാണിച്ചിട്ടില്ല. ആ 52 ഇലക്ഷന് നിർത്തി തോൽപ്പിച്ചു, അപമാനിച്ച്, വേദനിപ്പിച്ച് ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കിയ കൂട്ടരാണ് ഈ കോൺഗ്രസ്. ആ അംബേദ്കറിന് ഒരു ഭാരതരത്നം കൊടുത്തില്ല ഇവര്. അംബേദ്കറിന് ആദ്യമായി ഭാരതരത്നം കൊടുത്തത് ഈ നെഹ്റു കുടുംബ അധികാരത്തിൽ ഒഴിഞ്ഞു നിന്ന 1990 അദ്ദേഹത്തിന്റെ ശതാബ്ദി വർഷത്തിലാണ്.
ആ അംബേദ്കറിനെയാണ് ഇവരാണ് ഇപ്പോൾ ഈ അംബേദ്കറിനെ ഇത്ര വലിയ സംഭവമായിട്ട് പറയുന്നത്. അംബേദ്കറിനെതിരെ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണ്, അങ്ങനെയല്ലേ പറഞ്ഞത് ശ്രീ ഷാബു പ്രസാദ് തന്നെയാ? അംബേദ്കറിനെ വേദനിപ്പിച്ച് കൊന്നു കളഞ്ഞവരാണ് ഇവര്. നെഹ്റു കുടുംബം അത്രമാത്രം. അതാണ് അങ്ങനെ ആ രീതിയിലാണ് അംബേദ്കറിനെ ഇവർക്ക് ഇന്ത്യൻ പാർലമെന്റ് കാണാൻ അനുവദിച്ചിട്ടില്ല. പാർലമെന്റ് കാണുന്നതല്ല, പാർലമെന്റിൽ അംബേദ്കറുടെ പ്രതിമയുള്ളതാണ് ഇപ്പൊ സുരേഷ് ഗോപിയൊക്കെ ഭയക്കുന്നത്. വീണ്ടും ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമയുടെ ചോട്ടിലിരുന്നാണ് ഒരു കേന്ദ്രമന്ത്രി ആദിവാസി വിഭാഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉന്നത കുലജാതൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആ പ്രതിമയെ പോലും ഭയമാണ്. ബി ആർ അംബേദ്കറിനെ പാർലമെന്റിന്റെ ഉള്ളിൽ കാണാൻ അനുവദിച്ചിട്ടില്ല. പാർലമെന്റിന്റെ ഉള്ളിൽ കണ്ടിട്ടുള്ളതല്ലേ ഇവിടുത്തെ പാർലമെന്റ് കണ്ടിട്ടില്ല. അംബേദ്കർ പാർലമെന്റ് അംബേദ്കറിനെ മത്സരിച്ച് തോൽപ്പിച്ചു കളഞ്ഞവരാണിവർ, അപമാനിച്ചവരാണിവർ, ഇഞ്ചിഞ്ചായി കൊന്നു കളഞ്ഞവരാണിവർ. അവരാണ് ഇവിടെ അംബേദ്കറിനെ ധന്യ ഈ വിഷയത്തിനകത്ത് പറയുന്നത് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും ചെയ്തു എന്ന് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ രാജ്യത്തുണ്ടോ? എല്ലാവരും ഇതല്ലേ, എല്ലാവരും ഈ നിലപാടല്ലേ എടുക്കുന്നത്? അതിൽ ഒരു സ്യൂഡോ നയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ള BJP ആരോപിക്കുന്ന വിഷയമാണ്. അതാണ് ശ്രീ ഷാബു പ്രസാദ് പറയുന്നത്. അതായത് ഇത്തരം ചില വിവാദങ്ങൾ വരുമ്പോൾ മാത്രമാണോ ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ടെന്നൊരു ചോദ്യമുണ്ട്. അത് നേരത്തെ അമിത്ഷാ അംബേദ്കർ പരാമർശം അടക്കമുള്ളപ്പോഴും BJP ഉന്നയിച്ചതാണ്. നമുക്ക് കുറച്ചും കൂടെ അങ്ങനെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് വരുന്നതല്ലേ നല്ലത്? അങ്ങനെയല്ല. ഇപ്പൊ ഈ രാജ്യം ഭരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമയുടെ ചോട്ടിലിരുന്ന് ഒരു കേന്ദ്രമന്ത്രി ഉന്നത കുലജാതൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടെ ഭരിക്കാൻ തോന്നുന്നു. അപ്പോൾ ദളിതരും ആദിവാസികളെയും ആ ബഹുസ്വരതയും അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അപ്പം ഞങ്ങൾ വളരെ കീഴാളരാണെന്നും ഞങ്ങൾക്ക് നന്നാവണമെങ്കിൽ മുകളിൽ ഒരു ഉന്നത കുലൻ വേണമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യം പാർലമെന്റ് അല്ലെങ്കിൽ രാജ്യം ഭരണഘടന നിലവിൽ വന്നിട്ട് ഇത്രയും വർഷം പിന്നിട്ടിട്ടും ഈ രാജ്യത്തെ 30 കോടി ജനങ്ങളുമായി ദളിത് ആദിവാസി വിഭാഗം മാത്രം എന്തുകൊണ്ട് അവർക്ക് ഒരു സാമ്പത്തിക മുന്നേറ്റവും സാമൂഹ്യ മുന്നേറ്റവും ഇല്ലാതെയായി പോയി? കേരളം വിട്ടെ, കേരളത്തിന് പുറത്തേക്ക് ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഒരു 10 ദിവസം ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, അങ്ങനെ ഡൽഹി, അങ്ങനെ കുറച്ച് ഇടങ്ങളിലായിട്ട് ഞാൻ UP-യിലൊക്കെ പോയി കുറേ മനുഷ്യരെ കണ്ടു. ഇത്രയും നാറി അഴുകി പുഴുങ്ങിയ, അതായത് ഈ മാലിന്യത്തോടൊപ്പം കിടന്നുറങ്ങുന്ന മനുഷ്യരും മാലിന്യത്തോടൊപ്പം ആഹാരം കഴിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് ഞാൻ ആകെ ഷോക്ക്ഡ് ആയിപ്പോയി. ഇതാണ് ഇന്ത്യ. ഇവരെയൊക്കെ ഇന്ത്യ ഏൽപ്പിച്ചാൽ ഇവരൊക്കെ ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. എന്താണ് ഇവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുകയും ഈ രാജ്യത്തെ മനുഷ്യരെ അഴുക്കുചാലിലേക്ക്, നിങ്ങൾ ഇപ്പോഴും ക്യാമറയായിട്ട് പോയാൽ നിങ്ങൾക്കറിയാം, ഈ ഡൽഹിയിൽ നമ്മുടെ ഡൽഹിയിലെ തെരുവുകളിൽ പോലും പോയി നോക്കിയാൽ കാണാൻ പറ്റും നാറുന്ന അഴുക്കുചാലിനരികത്ത് മനുഷ്യർ കിടന്നുറങ്ങുന്നതും ആഹാരം കഴിക്കുന്നതുമായിട്ടുള്ള കാഴ്ച. പാർലമെന്റ് ഇരിക്കുന്ന ആ ഒരു സ്പേസിൽ അപ്പുറത്ത് പോലും ഒരു മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഉന്നത കുല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ഒരു കേന്ദ്രമന്ത്രിയാണ് ജനാധിപത്യ വിരുദ്ധതയാണെന്നും ബഹുസ്വര വിരുദ്ധതയാണെന്നും നിങ്ങൾ ആദ്യം അംഗീകരിക്കും ഷാബു പ്രസാദ്. ഇത് ജനാധിപത്യ വിരുദ്ധതയാണ്. ഇതൊരു BJP എന്ന പാർട്ടിയുടെ നിലപാട് അതോ ഇത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ നിലപാട്, ഇങ്ങനെ രണ്ടായിട്ട് കാണുന്നുണ്ടോ? രണ്ടായിട്ട് കാണുന്നില്ല. കാരണം BJP-യുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം കേരളത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു പോയിട്ടുള്ള ആളാണ്. അപ്പൊ എത്ര മനുഷ്യർ, നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ടാവും. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഒരാൾ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവരിൽ ഒരു പ്രതീക്ഷയുണ്ടാവും ഈ സമൂഹത്തിന്. ആ പ്രതീക്ഷ ഇത്തരം വാക്കുകളിലൂടെ തൂത്തെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഒരു ബോധം, ഒരു സവർണ ബോധം മനുഷ്യർക്ക് കൊടുക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. ദളിതരും ആദിവാസികളും ഇങ്ങനെയാണ്, ഇവർക്ക് ഞങ്ങളുടെ ഇടയിൽ എത്രയോ പഠിച്ചവരുണ്ട്, PhD-കാരുണ്ട്, അല്ലെങ്കിൽ എത്രയോ കഴിവുള്ളവരുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങൾ അംഗീകരിക്കാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഈശ്വരോട് നോക്കുമ്പോൾ, രാഹുൽ, ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ ഭരിക്കണോ?
അർത്ഥസത്യം മാത്രം വെച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് മുന്നോക്ക വിഭാഗങ്ങൾ അടക്കം കൂടുതലായിട്ടുള്ള വകുപ്പുകളിൽ പിന്നോക്ക വിഭാഗങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളിലെ നേതൃത്വവും മന്ത്രിയും വരണം. അതോടൊപ്പം പിന്നോക്കക്കാരും ഗോത്ര വിഭാഗങ്ങളിലുള്ള വകുപ്പിൽ മുന്നോക്കക്കാര് വരണം, ബ്രാഹ്മണരും നായിഡുവും വരണം എന്ന വളരെ മിതമായ പോയിന്റ് അല്ലേ? ഏറ്റവും നല്ല തെളിവല്ലേ? ഒരു വ്യത്യാസമില്ലേ രാഹുല്? മുന്നോക്ക വിഭാഗങ്ങളിൽ പിന്നോക്കക്കാര് വരണം, അതോടൊപ്പം അങ്ങനല്ല, തിരിച്ചാണ്. പിന്നോക്ക വിഭാഗങ്ങളിൽ മുന്നോക്കക്കാര് വരണം. അത് വിശദീകരിച്ചു പറഞ്ഞ ശേഷം അദ്ദേഹം അവസാനം പറയുന്നു അതോടൊപ്പം മുന്നോക്ക വിഭാഗക്കാരുടേതിൽ പിന്നോക്ക വിഭാഗക്കാർ. അങ്ങനെ ഒരു ബാലൻസ് കരുത്ത് നടത്തിയിട്ടുണ്ട്. രാഹുൽ പറഞ്ഞത് നേരെ തിരിച്ചാണ്. കേട്ട ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. അങ്ങനല്ല, ഒരിക്കലുമല്ല. ശ്രീ സുരേഷ് ഗോപിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് പോലും ഒരുപാട് ആദിവാസി ഊരുകളടക്കം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ സുരേഷ് ഗോപിയെ അടുത്തിട്ടുള്ളവർക്കറിയാം, അദ്ദേഹം ഒരു കൈയിൽ ഹിന്ദു ഐക്യവും മറു കൈയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യവും ഒരേപോലെ കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. BJP-യുടെ മന്ത്രിയും MP-യും ആയിരുന്നുകൊണ്ട് തന്നെ താൻ റംസാന്റെ നോയമ്പ് നോക്കുന്ന ആളാണെന്നും മറ്റും ശക്തമായി ഉറക്ക പറയുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യണോ നമ്മൾ ആലോചിക്കണം. ധന്യാജി പറയുന്നത് പോലെ ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അംബേദ്കർജിയോട് ഗാന്ധിജി പറയുന്നത്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ് എന്ന്. പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി പറയുന്നുണ്ട്, 2000 വർഷത്തോളം നമ്മൾ നമ്മുടെ പിന്നോക്കക്കാരെ നോക്കിയില്ല, കെയറും റെസ്പെക്റ്റും ലവും നൽകിയില്ല. ചരിത്രത്തിൽ നമ്മുടെ തെറ്റാണ്. നമ്മളെ അതുകൊണ്ടല്ലേ വിവേകാനന്ദ സ്വാമി നിനക്കൊക്കെ വട്ടാണെന്ന് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം കൂടെ ഓർക്കുക, ചരിത്രത്തിൽ അവർണ സമൂഹത്തിന് വേണ്ടി സവർണജാഥ നടത്തിയ മഹാനായ ഭാരതകേസരി മന്ദപത്മനാഭൻ ഒരു നായരാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജാതീയത ഉന്മൂലനം ചെയ്യാൻ മുമ്പോട്ട് വന്ന ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും ശുഭാനന്ദ ഗുരുദേവനും ഒക്കെ വ്യത്യസ്ത ജാതി സമൂഹങ്ങളിൽപ്പെട്ട് ഹിന്ദു സമൂഹത്തിന്റെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വന്നതല്ലേ? അപ്പോ ഒരു വാക്കിന്റെ പേരിൽ കടിച്ചു തൂങ്ങുന്നതിനേക്കാൾ സ്പിരിറ്റ് ഓഫ് ദി ആർഗ്യുമെന്റ് എന്താണ്? നമ്മുടെ നാട്ടിൽ രാഹുൽ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഡൽഹിയിലുള്ള BJP-കാർക്കും അറിയില്ല, കേരളത്തിലുള്ള BJP-കാർക്കും അറിയില്ല. അതുകൊണ്ട് ആരും ഈ വിഷയത്തിൽ കമാന്നും മിണ്ടിയുമില്ല, അനുകൂലിച്ചുമില്ല. അവസാനം കേന്ദ്രമന്ത്രിക്ക് നിലപാട് തിരുത്തേണ്ടതായും വന്നു. എന്നാ പിന്നെ നിലപാട് തിരുത്തിയത് എന്തിനാണ്? അല്ല, അദ്ദേഹം പറഞ്ഞത് പോസിറ്റീവ് സ്പിരിറ്റിലല്ലേ, ഹൃദയത്തിന്റെ ഭാഷയെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അദ്ദേഹം ഒരു അക്കാഡമീഷ്യൻ ഒന്നും അല്ലല്ലോ. അദ്ദേഹം ഒരു അക്കാഡമീഷ്യനായിട്ട് സംസാരിക്കുന്ന വ്യക്തിയും മാധ്യമങ്ങളെ പോലെ അറുത്തു മുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയൊന്നുമല്ല. അദ്ദേഹത്തിന് ജീവിതത്തിൽ അറിയാവുന്നവർക്കറിയാം, ഒരു ജാതീയതയും ഒരു മതവർഗീയതയും ഉള്ളിൽ സൂക്ഷിക്കാത്ത എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. ഡൽഹിയിലുള്ളവർ ഈ സിനിമയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഈ പറയുന്ന ഹൃദയവിശാലതയൊന്നും അവർക്കറിയില്ല. അവർക്ക് BJP നേതാവാണ് രാഹുൽ. ഇത് പറയുമ്പോൾ അത് ഓൺ ചെയ്യാനുള്ള ബാധ്യത പാർട്ടിക്ക് ഉണ്ടാവണം. അതല്ലാതെ ഹൃദയവിശാലത എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തെറ്റാണെന്ന് പാർട്ടിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ പാർട്ടി അത് തിരുത്താൻ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പാർട്ടിക്ക് പറയാമല്ലോ ഞങ്ങളുടെ നിലപാടിടാണ്, എന്തിനാണ് തിരുത്തുന്നത് ചോദിക്കാം. എല്ലാ പാർട്ടികളോടും എനിക്ക് ബഹുമാനവും സമദൂരവുമാണ്. പക്ഷെ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു OBC സമുദായത്തിൽ നിന്നല്ലേ? നമ്മുടെ ഭാരതത്തിന്റെ പ്രസിഡന്റ് ദ്രൗപദി മുർമുജി സന്താൽ വിഭാഗത്തിൽ നിന്ന്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ നിന്നല്ലേ? എല്ലാ വിഭാഗങ്ങളിൽ നിന്നും നമുക്ക് റെപ്രസെന്റേഷനും മറ്റും വരികയും മറ്റും ചെയ്യുന്ന ഒരു കാലമല്ലേ? ചരിത്രത്തിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. പക്ഷേ ചരിത്രത്തിൽ ശരികൾ ചെയ്തതിലും ഒരുപാട് മുന്നോക്ക സമുദായത്തിലെ അംഗങ്ങൾ ഉണ്ടെന്നും നവോത്ഥാനം അടക്കം മുമ്പോട്ട് കൊണ്ടുവന്നത് പലരും മുന്നോക്ക സമുദായത്തിലെ അംഗങ്ങളാണെന്നും ആരും മറക്കരുത്. ധന്യാജി അടക്കമുള്ളവർ ചരിത്രത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ ചരിത്രം ശരിയാക്കാൻ വന്നവരിലും നല്ലൊരു ശതമാനം ആൾക്കാർ മുന്നോക്ക സമൂഹത്തിന്റെ വിഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ്. മഹാനായ ബാബാ സാഹേബ് അംബേദ്കറിനെ അടക്കം, അംബേദ്കർജിക്ക് ഒരുപാട് വോട്ട് ഉണ്ടായിരുന്നുകൊണ്ടല്ലോ അദ്ദേഹം പ്രധാനമന്ത്രി OBC വിഭാഗത്തിൽ നിന്നാണ്, ഗോത്ര വിഭാഗത്തിൽ നിന്നാണ് രാഷ്ട്രപതി. അത് മനസ്സിലായി. അതനുസരിച്ചാണ് സുരേഷ് ഗോപി പറഞ്ഞതെങ്കിൽ അതൊരു നിലപാടായിട്ട് പാർട്ടിക്ക് അംഗീകരിച്ചാൽ മതി. അത് നമുക്ക് ആലോചിക്കാം. പാർട്ടി എന്തു, പക്ഷെ പാർട്ടി അത് അംഗീകരിക്കുന്നില്ല. പാർട്ടി ആ നിലപാട് പറയുന്നില്ല. സത്യസന്ധമായി പറയട്ടെ, എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അംബേദ്കർ ഫാഷൻ എന്ന് പറയുന്ന അമിത്ഷാജിയുടെ പ്രസ്താവന കോൺഗ്രസുകാർ കാര്യമായി മുതലാക്കി അമിത്ഷാ പിന്നോക്ക വിരുദ്ധനാണെന്ന് ചിത്രീകരിച്ചു. സോണിയാഗാന്ധി മാഡം പൂവർ തിങ് എന്ന് രാഷ്ട്രപതിയെ കുറിച്ച് പറഞ്ഞത് വളരെ മോശമാണെന്ന് നരേന്ദ്രമോദിജി അടക്കമുള്ള ശക്തമായിട്ട് വന്നു. അംബേദ്കർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും രാഷ്ട്രീയക്കാർക്ക്, നമുക്ക് രാഷ്ട്ര നിർമ്മാതാവാണ് അംബേദ്കർ, പക്ഷെ സാധാരണ രാഷ്ട്രീയക്കാർക്ക് അംബേദ്കർ എന്ന് പറഞ്ഞാൽ ദളിത് വോട്ടിന്റെ കോഡ് വേർഡാണ്. അപ്പൊ ആ ദളിത് വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദളിത് വിരുദ്ധരാണെന്ന് പറയുകയാണ്. അങ്ങനെയല്ല, അംബേദ്കർ നമ്മുടെ അഭിമാനമാണ്. അന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി പഠിച്ച, അന്ന് മഹാത്മാഗാന്ധി അവരെ വെല്ലുവിളിക്കാൻ സ്ഥാനമുണ്ടായിരുന്ന BJP ആ ദളിത് വിരുദ്ധ ആ കോഡ് വാക്കുകൊണ്ട് അല്ലെങ്കിൽ ആ വോട്ട് പൊളിറ്റിക്സ് നോക്കി BJP സുരേഷ് ഗോപിക്കൊപ്പം നിന്നില്ല. അതാണോ പറഞ്ഞു വരുന്നേ?
അങ്ങനെയല്ല. ഇലക്ഷൻ വരുമ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് ഏതാണ്? OBC, SC, ST, SC വിഭാഗങ്ങളിലെ വോട്ട് ബാങ്കാണ് ഏറ്റവും പ്രധാനം. ബ്രാഹ്മണർ എത്ര ശതമാനം ഉണ്ട്? കൂടി വന്ന 5% കാണും, അല്ലെങ്കിൽ 10% കാണും. സവർണ ഹിന്ദുക്കൾ എല്ലാം കൂടെ രാഹുൽ വിചാരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് കറക്റ്റ്. പക്ഷെ BJPക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് ഉണ്ട്. അതുകൊണ്ട് BJP കൈവിട്ടു. സുരേഷ് ഗോപിക്ക് തിരുത്തേണ്ടതായി വന്നു. ഒരു വരി പറഞ്ഞോട്ടെ. സുരേഷ് ഗോപി പറഞ്ഞത് മലയാളത്തിലല്ലേ, നമ്മളെല്ലാം കേട്ടില്ലേ? സുരേഷ് ഗോപി പറഞ്ഞത് മുന്നോക്കക്കാരുടെ ഇതിൽ പിന്നോക്കക്കാര് വരണം, പിന്നോക്കക്കാരുടെ ഇടയിൽ മുന്നോക്കക്കാര് വരണം. അങ്ങനെ ഒരു ബാലൻസിംഗും സാമുദായികതയും ഒരുമിച്ച് ചേരലും കൂടിച്ചേരലും വേണ്ടേ? നമ്മുടെ രാധാകൃഷ്ണൻ സാർ ദേവസ്വം വകുപ്പ് ഭരിക്കാൻ വന്നു. CPMന്റെ ഏറ്റവും നല്ല നീക്കമാണ്. യദുവിനെ പൂജാരിയായി കൊണ്ടുവന്നു. ഏറ്റവും നല്ല നീക്കമാണ്. ഷാബു പ്രസാദ് ഫേസ്ബുക്കിൽ എഴുതി, എനിക്കിന്നും ഓർമ്മയുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള സന്യാസിമാരെയാണ് നമ്മുടെ ചെങ്കോലിലേക്ക് അവിടെ സ്വീകരിക്കാൻ കൊണ്ടുപോയത്. അതിൽ ഒരു ബ്രാഹ്മണൻ പോലും ഇല്ല. തമിഴ്നാട്ടിലെ ആ സന്യാസിമാരെ വേണ്ട രീതിയിൽ, ആധീനങ്ങളെ വേണ്ട രീതിയിൽ ചരിത്രത്തിൽ വിലവെച്ചിരുന്നില്ല, ശങ്കരാചാര്യന്മാരടക്കം. ഇങ്ങനെ ഒരു ബാലൻസിംഗിലൂടെ അല്ലേ രാജ്യം മുമ്പോട്ട് പോകുന്നത്? നിജേഷ്, BJP സുരേഷ് ഗോപിയെ ചതിച്ചോ? അതാണോ ഇപ്പൊ സംഭവിച്ചത്? കൃത്യമായിട്ട് സുരേഷ് ഗോപി ഒരു കാര്യം പറയുന്നു, അതിനൊപ്പം BJPക്ക് കൂടെ നിൽക്കാൻ കഴിയുകയില്ല, അതൊരു ബാധ്യതയാകുന്നു, അതുകൊണ്ട് തിരുത്താൻ പറയുന്നു. അനുകൂലിച്ചുകൊണ്ട് സംസ്ഥാനത്തോ കേന്ദ്ര നേതൃത്വത്തിലോ ആരും മുന്നോട്ട് വരുന്നില്ല. ഈ രാഹുൽ പറയുന്നതിന്റെ റീഡ് ബിറ്റ്വീൻ ലൈൻസ് അതാണോ? രാഹുൽ ആണെങ്കിലും ഷാബു പ്രസാദ് ആണെങ്കിലും അവസാനം പറയും ഞങ്ങൾ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് എന്ന് പറയുന്നു. അത് ഇപ്പോൾ രാഹുലിനെ ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അതിന്റെ സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിൽ BJPയിൽ നിന്ന് പാനലിസ്റ്റുകൾ വരാറില്ല. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദ വിഷയങ്ങളിൽ BJP പാനലിസ്റ്റുകളെ അയക്കാറില്ല. ഞാനായിട്ട് പറയാം. അല്ല അവിടെ അപർണ ഒരു ചെറിയൊരു വിഷയം. അപർണ, ഈ കാര്യങ്ങൾ ഇപ്പോൾ ഷാബു പ്രസാദിനെ കുറെ കാലമായിട്ട് കേരളത്തിലെ ഓഡിയൻസിന് അറിയാം, ചർച്ച കാണുന്നവർക്കറിയാം. അദ്ദേഹം എപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്നത് BJP ആണ്. രാഹുൽ ഈശ്വർ എപ്പോഴും പറയുന്നത് വലതു നിരീക്ഷകൻ എന്നാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലതു രാഷ്ട്രീയ പാർട്ടി BJP ആണ്. ഇപ്പൊ ഈ രണ്ടുപേരും റെപ്രസെന്റ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവർ പറയുന്നത് വളരെ മനോഹരമായിട്ട് മധുരം പുരട്ടിയിട്ടൊക്കെയാണ് പറയുന്നതെങ്കിലും അദ്ദേഹം BJP സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കില്ല. പറഞ്ഞു ഷാബു പ്രസാദ് പറഞ്ഞ 2-3 ഞാൻ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വേദനിച്ചു. അദ്ദേഹം വൈകാരികമായി. ഞാൻ ചോദിക്കട്ടെ, ജനനം കൊണ്ട് മാത്രം ഈ ജാതിയിൽ പെട്ടുപോയ ആളുകൾക്കെതിരെ, അച്ഛനും അമ്മയും ഈ ജാതി ആയതുകൊണ്ട് മാത്രം ഇന്നും സുരേഷ് ഗോപിയെ പോലെയുള്ള ഉന്നത കുലജാതിയർ ഇങ്ങനെ ആക്ഷേപിക്കുന്ന അവർക്കുണ്ടായ ഹൃദയവേദനയെ ആര് ഖേദം പ്രകടിപ്പിക്കും? ആര് മാറ്റും? ഇങ്ങനെ ജനിച്ചു പോയത് കൊണ്ട് മാത്രം ജാതി, ഇത്രയും ഫൂളിഷായ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി ജാതിയായ ആളുകൾക്കുണ്ടായ വേദനയെ ആര് മാറ്റും? ആദ്യത്തെ മന്ത്രിസഭയ്ക്കകത്ത് രണ്ടാമത്തെ കാര്യം മന്ത്രിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം എന്താ പറഞ്ഞത്? ലോകസഭ കണ്ടിട്ടില്ല, രാജ്യസഭ കണ്ടിട്ടില്ല. 51-ൽ അദ്ദേഹം രാജിവെച്ച് പോയതാ. പിന്നീട് ജനാധിപത്യ പാർട്ടിയാകുന്ന സമയത്ത് സ്വാഭാവികമായ എതിർപ്പുണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം ലോകസഭ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി കൊന്നു എന്നൊന്നും പറയല്ലേ. ഇന്ത്യയുടെ പാർലമെന്റ് അകത്തെ നിയമ നീതിന്യായ വകുപ്പ് മന്ത്രിയായിരുന്നു ആദ്യത്തെ മന്ത്രിസഭയിലെ നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് ഡോക്ടർ ഷാബു പ്രസാദ് വിളിച്ചു പറയുന്നത് ഇഞ്ചിഞ്ചായി കൊന്നു. ഇന്ത്യക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു കൊല്ലുന്നതും കൊല വിളിക്കുന്നതും ഒക്കെ ഷാബു പ്രസാദ് വലതുപക്ഷ രാഷ്ട്രീയമാണ്. ആശയപരമായ വിയോജിപ്പുണ്ടാകാം, ആശയപരമായി വിയോജിപ്പുണ്ടാകുമ്പോൾ ജനാധിപത്യപരമായ യോജിപ്പ് കാണും ഇന്ത്യ രാജ്യത്ത്. നിങ്ങളെ പോലെയല്ല, കൊന്നു തീർക്കലല്ല. അതുകൊണ്ട് ഷാബു പ്രസാദ് വല്ലാതെ ബുദ്ധിമുട്ടേണ്ട. ഏതായാലും BJP ഈ താങ്ങിയിരിക്കുന്ന വിഴുപ്പ് ഭാണ്ഡമാണ്. ഈ വിഴുപ്പ് ഭാണ്ഡത്തിന്റെ താഴെ ഇറക്കാൻ BJP തയ്യാറുണ്ടോ ഇല്ലയോ? ഇതാണ് ചോദ്യം. വിഴുപ്പ് ഭാണ്ഡത്തെ മുകളിൽ വെച്ചുകൊണ്ട് സുരേഷ് ഗോപി പറയുന്ന ഓരോ വാക്കും BJPയുടെ ഔദ്യോഗിക വാക്കായിട്ട് മാത്രമേ ഞങ്ങൾ കാണൂ. തിരുത്താൻ BJP തയ്യാറുണ്ട്. ഇവരെ പോലെയുള്ള ആളുകൾ വന്ന് ന്യായീകരിക്കുന്നതിന് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറല്ല. BJPയുടെ ഔദ്യോഗിക പാനൽ, ഔദ്യോഗിക വക്താക്കൾ, ഔദ്യോഗിക ഭാരവാഹികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. സുരേഷ് ഗോപി പറഞ്ഞ ഈ കാര്യങ്ങളെ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റാൻഡ്.
റൈറ്റ്. നിജേഷ് അരവിന്ദ്, അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിൽ പോകേണ്ടതുണ്ട്. ഞാൻ ശ്രീ ഷാബു പ്രസാദ്, ഞാൻ അപ്പോഴും അതിന്റെ ഒരു പൊളിറ്റിക്സിലേക്ക് കൂടി, അദ്ദേഹം പറഞ്ഞത് ബ്രാഹ്മണനോ നായിഡുവോ എന്നാണ്. അതായത് ഇതൊരു വെറും അദ്ദേഹത്തിന്റെ ഒരു ചിന്തയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡോ അല്ല പറയുന്നത്. അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം പറയുകയാണ്, കേരളത്തിൽ വന്ന് നിന്ന് അദ്ദേഹം ബ്രാഹ്മണനോ നായരോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെയുള്ള മറ്റ് BJP നേതാക്കളൊക്കെ പ്രതികരിക്കാൻ ബാധ്യസ്ഥരായി പോയനെ, പെട്ടുപോയനെ, സംസ്ഥാന അധ്യക്ഷനടക്കം. പക്ഷേ അദ്ദേഹം അവിടെ പോയി നിന്ന് പറയുന്നത് അതിലൊരു രാഷ്ട്രീയമുണ്ട്, ഒരു സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു ഹിഡൻ സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരുത്താം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലയിൽ മാത്രമായിട്ട് ഈ കാര്യം തലയിൽ ചുമത്തപ്പെടാം. സുരേഷ് ഗോപിയെ കൊണ്ട് സുരേഷ് ഗോപിയെ പാവ കളിപ്പിക്കുകയാണോ BJP? അത് ഞാൻ പറയട്ടെ. നിജേഷ് അരവിന്ദ് പറഞ്ഞ ആദ്യത്തെ നിയമമന്ത്രിയായി അദ്ദേഹം അംബേദ്കർ ഉണ്ടായിരുന്നു. അത് മഹാത്മാഗാന്ധിയുടെ നിർബന്ധപ്രകാരം നെഹ്റുവിന് വഴങ്ങേണ്ടി വന്ന് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ ഉള്ള അന്ന് ആദ്യത്തെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ആദ്യത്തെ പ്രധാനമന്ത്രി എന്നത് എലക്ടഡ് പ്രൈം മിനിസ്റ്റർ അല്ല, സെലക്ടഡ് പ്രൈം മിനിസ്റ്റർ ആണ്. അങ്ങനെയുള്ള ആ സെലക്ടഡ് പ്രൈം മിനിസ്റ്റർഷിപ്പിന്റെ കീഴില് എല്ലാ കക്ഷികളിൽ നിന്നും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വേണം എന്ന മഹാത്മാഗാന്ധിയുടെ നിർബന്ധപ്രകാരമാണ് ശ്യാമപ്രസാദ് മുഖർജിയെയും അംബേദ്കറിനെയും എല്ലാം നെഹ്റുവിൽ ഉൾപ്പെടുത്തേണ്ടി വന്നതാണ്, നിർബന്ധിതമാകേണ്ടി വന്നതാണ്. എന്നാൽ 1952 ആദ്യത്തെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ഈ നാട്ടിൽ മഹാത്മാഗാന്ധി ഇല്ല. ഇങ്ങനെ ഒരു നിർബന്ധം വെക്കാനും വഴി കാണിക്കാനും മഹാത്മാഗാന്ധി ഇല്ല. അങ്ങനെയുള്ള ആ ഒരു അവസരത്തിൽ ഈ ഭരണഘടന നിർമ്മിച്ച ഈ നമ്മുടെ ജനാധിപത്യത്തിന്റെ ജാതകം എഴുതിയ മഹാനായ ബാബാ സാഹേബിനെ ഈ കോൺഗ്രസ് വിഭാഗം അപമാനിച്ച് വേദനിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു. ഇന്ത്യയുടെ പാർലമെന്റ് നിലവിൽ വന്നതിന് ശേഷം ഈ പാർലമെന്റ് ഉണ്ടാകാനുള്ള കാരണക്കാരനായ മനുഷ്യനെ പാർലമെന്റിന്റെ പടി കാണിച്ചിട്ടില്ല. അതാണ് പറഞ്ഞത്. അല്ലാതെ ഇങ്ങനത്തെ നിലപാടൊക്കെ, ഇങ്ങനത്തെ പ്രസ്താവനയൊക്കെ വരുമ്പോ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞോണ്ട് ഇതൊക്കെ തിരുത്താം. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ആര് പറഞ്ഞില്ലെന്ന്? ഈ വിഷയം സുരേഷ് ഗോപി പറയുന്ന വിഷയത്തിനകത്ത് തിരുത്തിയിട്ട് ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമേജ് ആവുമല്ലോ. അതിനാരൊന്നും പറയുന്നില്ലല്ലോ. സുരേഷ് ഗോപി പറഞ്ഞു, അദ്ദേഹത്തിന് അത് പിന്നീട് അതിനെ ഈ രീതിയിലൊക്കെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന കണ്ടപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയതായിരിക്കും. അദ്ദേഹം അത് പിൻവലിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാട് ഞാൻ വിശ്വസിക്കുന്നു വളരെ സിമ്പിൾ. ഞാനത് ആദ്യം പറഞ്ഞു, എനിക്കൊരൊറ്റ വാചകം മതി അത് മനസ്സിലാക്കാൻ. അത്രമാത്രം ലളിതമാണ്. എല്ലാ വിഭാഗത്തിലേക്കും എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള റെപ്രസെന്റേഷനും അറിവും പരസ്പരമുള്ള മിംഗ്ലിങ്ങും ആ ഇന്ററാക്ഷനും ഉണ്ടാകണം എന്ന ഒരൊറ്റ ലളിത യുക്തി. ഒരു വരി കൂടി അദ്ദേഹം പറഞ്ഞു. ശ്രീ ഷാബു പ്രസാദ് ഇതെല്ലാം പറഞ്ഞ ശേഷം പറഞ്ഞു, ഞാൻ ഇതൊക്കെ പ്രധാനമന്ത്രിയോട് പറഞ്ഞതാണ്, പക്ഷേ ഇതൊന്നും നടക്കില്ലല്ലോ, ഇതിനൊക്കെ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടല്ലോ എന്ന്. ഇതൊന്നും ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രാക്ടിക്കൽ ആവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഇങ്ങനെ ചില വാചകങ്ങൾ പറയുന്നതിന്റെ ഗുണഫലങ്ങൾ കിട്ടുകയും വേണം. ആർക്ക് എങ്ങനെ ഇതിൽ നിന്ന് എന്ത് ഗുണഫലം ആർക്കുണ്ടാകുമെന്നാണ്? അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ? അതെ, ആ തെരഞ്ഞെടുപ്പിനെ ഇതെങ്ങനെ സ്വാധീനിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ഇത് സ്വാധീനിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിലും ബഹുഭൂരിപക്ഷവും എന്ന് പറയുന്നത്, മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ 5-10% വരുന്ന മുന്നോക്ക വിഭാഗക്കാരല്ല അവിടെയും നിർണായകമായിട്ടുള്ളത്. ഡൽഹിയിലും ഈ രാജ്യം മുഴുവനും അങ്ങനെ തന്നെയാണ്. ഒറ്റ കാര്യം കൂടെ രാഹുൽ, ഒറ്റ കാര്യം. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു OBC-കാരൻ പ്രധാനമന്ത്രിയായ, ഒരു ഗോത്രവർഗ വനിത പ്രസിഡന്റായ 67% പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ ഭരിക്കുന്ന രാജ്യത്തിരുന്നു കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ പറയുന്നത്. അത് തന്നെയാണ് ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ ആൻസർ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ആൻസർ ചെയ്താലും കോൺഗ്രസ് പറഞ്ഞ ഈ പെട്രോൾ പമ്പിന്റെ കാര്യം, ഈ പാവപ്പെട്ട പിന്നോക്ക വിഭാഗക്കാരെ ബിനാമികളാക്കിക്കൊണ്ട് ഈ പെട്രോൾ പമ്പ് തട്ടിയെടുത്തവർ ആരാണെന്ന് നിങ്ങൾ തുറന്നു പറയണം ധന്യ. അത് നിങ്ങൾ പബ്ലിക്കായിട്ട് മന്ത്രി ഓഫീസിലല്ല, നിങ്ങൾ മാധ്യമങ്ങളിൽ പറയണം. നിങ്ങൾ മാധ്യമങ്ങളിൽ മന്ത്രി ഓഫീസിലോട്ട് എഴുതുകയല്ല വേണ്ടത്. നിങ്ങൾ സുരേഷ് ഗോപി പെട്രോൾ
പെട്രോളിയം മന്ത്രി ആയ ശേഷമാണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പമ്പ് പട്ടികജാതിക്കാരന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. അറിയണം എന്തിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അങ്ങനെ ചെയ്തു എന്നുള്ളത് അറിയണം. അവര് പറയുന്നത് മേലുദ്യോഗസ്ഥരെ പറഞ്ഞിട്ടാണ്. സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വരെ നിയന്ത്രിക്കാൻ അറിഞ്ഞൂടാത്ത കേന്ദ്രമന്ത്രിയാണ്. സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ പോലും നിയന്ത്രിക്കാൻ അറിഞ്ഞൂടാത്ത കേന്ദ്രമന്ത്രിയാണ്. നിങ്ങൾ പറയുന്നത് കോൺഗ്രസ് അംബേദ്കറെ പാർലമെന്റിൽ കയറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ 21ാം നൂറ്റാണ്ടിലെ കോവിന്ദിനെ പിന്നെ തറക്കല്ലിടിയിൽ ഉദ്ഘാടനത്തിനും അതുപോലെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പിന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മുർമുവിനെയും നിങ്ങൾ അവിടെ അടുപ്പിച്ചോ? ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ അടുപ്പിച്ചോ? ഇതാണ് BJP പറയാതെ പറയുന്ന പൊളിറ്റിക്സ് ആണ്. BJP പറയാതെ പറയുന്ന പൊളിറ്റിക്സ് ആണ്. ബ്രാഹ്മണനും നായിഡും ഒക്കെ അത് സംസാരത്തിൽ ഉന്നതകുല ജാതനും കയറി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് സംസാരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വരൻ ഇവിടെ ബാലൻസിംഗ് ഉണ്ടാക്കാൻ നോക്കും. മന്നത്ത് പത്മനാഭൻ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് പറയും. മന്നത്ത് പത്മനാഭൻ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും 11 നായന്മാര് മന്ത്രിമാരായിട്ടിരിക്കുകയും ഒരു പട്ടികജാതി വിഭാഗത്തിന് പോലും മന്ത്രി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അത്രത്തോളം എത്തിയിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇതിനെ നിരീക്ഷിക്കുകയാണ്. അത് സുരേഷ് ഗോപി പറയുമ്പോഴും അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ്. അത് ഇന്ത്യയിലെ BJPയുടെ രാഷ്ട്രീയം തന്നെയാണ്. എനിക്ക് ധന്യാജിയുടെ ഈ വ്യക്തിപരമായ കാര്യം അറിയാം. പെട്രോൾ പമ്പിന്റെ അടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ധന്യാജി അത് ശക്തമായി ക്യാമ്പയിൻ ചെയ്യണം. ഞങ്ങൾ അടക്കമുള്ളവർ ധന്യാജിയെ പിന്തുണയ്ക്കും. ഈ വിഷയം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് പറയാണ്. അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇത് കറക്റ്റ് ചെയ്യും. അതോടൊപ്പം ശ്രീ ഷാബു പ്രസാദും ഞാനും എല്ലാ ചർച്ചയിലും പ്രസാദ്ജിയോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് പറഞ്ഞ 1-2 സത്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. പലപ്പോഴും ആൾക്കാർ ധൈര്യത്തോടെ TV ചാനൽ പറയാത്ത കാര്യങ്ങൾ. അതായത് യഥാർത്ഥത്തിൽ ഒരു സാമുദായിക ബാലൻസിങ്ങിനും എല്ലാരെയും കൊണ്ടുവരാനും മഹാത്മാഗാന്ധി അടക്കം നേതൃത്വം, നിർബന്ധമെന്ന് വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, നേതൃത്വത്തിലാണ് ബാബാ സാഹേബ് അംബേദ്കറെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്, നിയമമന്ത്രിയാക്കുന്നത്. മദൻ മോഹൻ മാളവിയെ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഹിന്ദു മുഖം എന്നാണ് ശ്യാമപ്രസാദ് മുഖർജിയെ കുറിച്ച് മഹാത്മാഗാന്ധി പറയുന്നത്. അങ്ങനെ ശ്യാമപ്രസാദ് മുഖർജി അടക്കം കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലെ ഹിന്ദു സന്യാസിയായ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. ഇത്തരം ഒരുപാട് ബാലൻസിങ്ങിലൂടെയാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ആ ബാലൻസിംഗിന്റെ സത്യത്തെ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. എല്ലാ വിഭാഗങ്ങളിലും വരണം. ഒരു കാര്യം കൂടെ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞതിന്റെ പോസിറ്റീവ് കാര്യമാണ്. നമ്മുടെ ദേവസ്വം വകുപ്പിൽ കൂടുതൽ പിന്നോക്ക വിഭാഗത്തിലെ ആൾക്കാർ വരണം. കാര്യം ഇപ്പം 90% സവർണ ഹിന്ദു സമൂഹത്തിലെയാണ്. നായരോ നമ്പൂതിരിയോ നമ്പ്യാതിരിയോ ഒക്കെയാണ്. കൂടുതൽ വരണം. കാര്യം ഈ ദേവസ്വം വകുപ്പിലടക്കം നല്ല ഡൈവേഴ്സിറ്റി വേണം. ഇതേപോലെ എല്ലാ വിഭാഗങ്ങളിലും വരണം. ഓർക്കുക, ചരിത്രത്തിൽ ഈ മുന്നോക്ക സമുദായങ്ങളാണ് ഞങ്ങളുടെ ഇടയിലുള്ള ഉച്ചനീചത്വങ്ങൾ തീർക്കാൻ ഏറ്റവും മുമ്പോട്ട് ഇറങ്ങിയത്. നേരത്തെ മന്ദത്വത്തിനാണ് ഉദാഹരണം പറഞ്ഞു. സംസ്ഥാനത്തെ BJP നേതാക്കന്മാരിൽ നിന്ന് വരുമെന്ന് കരുതുന്നുണ്ടോ? അവിടെയാണ് പലപ്പോഴും ഈ ആത്മാർത്ഥമായി, ഞാൻ നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായി ബാലൻസിംഗിലാണ് എല്ലാം നിൽക്കുന്നത്. അതായത് ഇപ്പം പലപ്പോഴും BJP അടക്കമുള്ള ഒരു നായർ സമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് കൂടുതൽ. അപ്പൊ അവരേതെങ്കിലും കാര്യം പറഞ്ഞാൽ ഇനി പിന്നോക്ക വിരുദ്ധമായി പോകുന്നവർക്ക് തോന്നും. ചരിത്രത്തിൽ നമുക്ക് വേണ്ട എന്താ? പാലിയം വിളംബരം പോലുള്ള സ്റ്റെപ്സ് ആണ്. ജാതിക്കതീതമായി പൂജയിലേക്ക് എല്ലാവരും വരുന്നു. ഒരു കാലത്ത് നമ്മുടെ ജാതീയത എന്ന തെറ്റുണ്ടായിരുന്നു. പക്ഷെ അതിജീവിച്ച അടക്കമുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപി ഇപ്പോൾ ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞത് ഈ ഇക്വാലിറ്റിയെ തകർക്കുന്ന രീതിയിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ ഉന്നതൻ ശ്രീനാരായണ ഗുരുദേവനാണ്. നമ്മുടെ വിശ്വ ശ്രീനാരായണ ഗുരുദേവനാണ്. മഹാത്മാ അയ്യങ്കാളിയാണ്. ശുഭാനന്ദ ഗുരുദേവനാണ്. തൈക്കാട് അയ്യാ ഗുരുവാണ്. നമ്മൾ സംസാരിക്കുമ്പോ അല്ല എല്ലാരും ഗാന്ധിജി ബനിയല്ലേ, ഗാന്ധിജി ബ്രാഹ്മണനല്ലോ. സമയപരിമിതി കൊണ്ടുകൂടിയാണ് സുരേഷ് ഗോപി നടത്തിയത് വംശീയ അധിക്ഷേപമാണോ എന്ന് ചോദിച്ചപ്പോൾ 64% പ്രേക്ഷകരും അതെ എന്ന് പറയുന്നു, 31% പ്രേക്ഷകരും അല്ല എന്ന് പറയുന്നു. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഇതിനകത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. മാടമ്പിത്തരം മടിയില്ലാതെ പറയുന്ന ഒരു പാർട്ടി നേതാവും എന്നാൽ ഇതിനൊന്നും പ്രതികരിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണ പ്രതിപക്ഷത്തിനെതിരെ അഴിമതി ആരോപണവും ന്യൂനപക്ഷ വികസനവും സംസാരിക്കുന്ന പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരും BJP കൃത്യമായി കാണുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ ഉണ്ട് എന്നതിൽ തർക്കമില്ല. വളരെയധികം നന്ദി ഷാബു പ്രസാദ്, രാഹുൽ ഈശ്വർ, നിജേഷ് അരവിന്ദ്, ധന്യരാമൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. പൂർണ്ണമാകുന്നു.